ആര്യനാട് വ്യാപാരിക്ക് നേരെ സംഘം ചേർന്ന് ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആര്യനാട് തോളൂർ ജംഗ്ഷനിൽ ശ്രീവരാഹം ട്രേഡേഴ്സ് ഉടമ C. അജേഷിനെയാണ് 3 പേർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി നൽകിയത്. ഈ മാസം 4-നാണ് സംഭവം നടന്നത്. അജീഷിന്റെ കടയിൽ നിന്ന് സുമേഷ് എന്നയാൾ ടിൻ ഷീറ്റുകൾ വാടകയ്ക്കെടുത്തിരുന്നു. ഈ ഷീറ്റുകൾ തിരികെ കൊടുക്കാത്തതിനെ തുടർന്ന് സുമേഷിന്റെ വീട്ടിലെത്തി. തുടർന്ന് അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഈ തർക്കമാണ് സുമേഷും കണ്ടാലറിയാവുന്ന 2 പേരും ചേർന്ന് സംഘവുമായി എത്തി തന്നെ ആക്രമിച്ചതെന്ന് അജേഷ് പറയുന്നു. തുടർന്ന് അതിക്രൂരമായി ആക്രമിക്കുകയും തന്റെ വാഹനം തകർക്കുകയും ചെയ്തതായി ഇയാൾ പറഞ്ഞു. കണ്ണിനും മൂക്കിനും സാരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ ആര്യനാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തില്ല. ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈമാറിയെങ്കിലും ആര്യനാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് അജേഷ് പറഞ്ഞു. തുടർന്ന് കാട്ടാക്കട DYSPക്ക് പരാതി നൽകി. എന്നാൽ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ആര്യനാട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തതായി ആര്യനാട് പോലീസ് പറഞ്ഞു. 4-ാം തീയതി രാവിലെ 10:30 എനിക്കെതിരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കടയിൽ നിന്ന് ഒരു 7 മാസം മുമ്പ് സുമേഷ് പുളിമൂട് RSS പ്രവർത്തകനാണ് കട്ട് ഷീറ്റ് 6 എടുത്തുകൊണ്ട് പോയി. അത് രാവിലെ 7:30 ഞാൻ വീട്ടിൽ പോയി തിരിച്ച് ചോദിച്ചു. അതിനെ ചൊല്ലി വീട്ടിൽ വെച്ച് എന്നെ ആക്രമിക്കാനും ഇതിനൊക്കെയുള്ള ഇതുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ കടയിൽ വരികയും കടയിൽ വന്ന് 10:30 മണിയോടുകൂടി ഇവർ വേറെ 2 RSS പ്രവർത്തകന്മാരുമായിട്ട് വന്ന്, ഒന്ന് വെള്ളനാട് സ്വദേശി പേരറിയില്ല, ഒന്ന് ശ്യാം ഇറവൂർ, ഇവർ 3 പേരുമായിട്ട് വന്നാണ് എന്നെ കയ്യേറ്റം ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിനെ തുടർന്ന് അതേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് OP ടിക്കറ്റുമായിട്ട് ആര്യനാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ DYSP ഓഫീസിൽ പോയി പരാതി കൊടുക്കുകയും ഈ 2 ദിവസങ്ങളിൽ സ്റ്റേഷനിൽ നിന്ന് കേസെടുക്കാനോ ഇവരാരും ഒന്നും തയ്യാറാവാതിരിക്കുകയും ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് ആര്യനാട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, എന്നെ മൊഴിയെടുക്കാം ചെല്ലാൻ എന്ന് പറഞ്ഞ് എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്. എത്ര പേരാണ്?